ഞാനും ഇച്ചിരി ബ്ലഡ് എവിടുന്നേലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതാ ലാബുകാർക്ക് കൊടുക്കേണ്ട കാര്യം വല്ലതുകൊണ്ട് നിങ്ങൾ പറ, ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യം വല്ലതുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു ടിപ്പുമായിട്ടാണ് വന്നത്. നല്ല അടിപൊളി ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് കിടുവായിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് എന്തുവാണ് ഇന്ന് ഈ കൊലത്തിലൊക്കെ വന്നത്. അപ്പോൾ അവസാനം വരെ വീഡിയോ കണ്ടാൽ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോഴും ഞാനിന്ന് ചുമ്മാ ഒന്നും ഒരുങ്ങിയതാണ്. ഇങ്ങനെ കണ്ണൊക്കെ എഴുതി ഒന്നും ഞാൻ വന്നിട്ടില്ല, ചുണ്ടിൽ ഇതൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോഴേ അതൊക്കെ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. ഇൻട്രോ എടുക്കുന്നത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. നമ്മുടെ ടിപ്പൊക്കെ ചെയ്ത് നോക്കണം. എല്ലാവരും നല്ല റിസൾട്ട് കിട്ടും. ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടതുകൊണ്ട് പ്രയോജനം കിട്ടത്തില്ല. നല്ല ടിപ്പുകൾ എന്നും നിങ്ങൾ ചെയ്ത് നോക്കണം. എല്ലാവരും സുന്ദരിമാരും ആവട്ടെ കേട്ടോ. അപ്പോഴേ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് തരണേ. പിന്നെ എന്താ, മഴയൊക്കെ തോന്നു, നല്ല വെയിലൊക്കെ ആയി, നല്ല വിശേഷങ്ങൾ മാത്രം. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മളെ കഥ അടച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെ എനിക്ക് നമ്മുടെ യൂട്യൂബ് അമ്മാവനെ എനിക്ക് പണി തന്നെന്ന് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. മക്കളില്ല പാട്ട് വെച്ചിരുന്നു. പാട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ഞാൻ വെച്ച് കോപ്പിറൈറ്റ് കിട്ടിയത്. എന്തായാലും അമ്മാവൻ ഇന്നലെ എന്നെ രക്ഷപ്പെടുത്തി കേട്ടോ. എനിക്കങ്ങ് പേടിയായിരുന്നു. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് തന്നെ ഡിലീറ്റൊക്കെ ആക്കി കളയുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അമ്മാവൻ എന്നെ ചതിച്ചില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നും സുന്ദരിയാവാൻ തീരുമാനിച്ചു. എൻ്റെ പൊന്നെ, എൻ്റെ അമ്പോ എന്തോ ഇന്നും നമ്മൾ അപ്പോൾ ടിപ്പുമായിട്ടാണ് വന്നത്. കിടിലൻ ടിപ്പാണ്. ഈ സുപ്പുക്കൂട്ടൻ്റെ കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടുള്ള കിടുക്കാഴ്ച ഐറ്റം ടിപ്പാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വീട്ടിലുള്ള കുഞ്ഞു സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ ടിപ്പുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത്തിരിയൊക്കെ ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നെന്നാ ഇങ്ങനെ പറയുന്നു കേട്ടോ. മറ്റുള്ളവർ കാണുമ്പോഴേ അത് അറിയത്തുള്ളൂ. നമുക്ക് നമ്മളെ മോന്ത എപ്പോഴും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, നിങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെന്ന് കണ്ണാടി നോക്കാറുണ്ടോ? പക്ഷെ ഞാനത് അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ കണ്ണാടി പോയി നോക്കത്തതേ ഇല്ല. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത് എൻ്റെ മൊബൈലിൽ തന്നെ ഈ സുപ്പുവിനെ അങ്ങ് കാണുക. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കും. ഇന്നലെ എത്ര പേര് കണ്ടു, ആരൊക്കെ കമൻ്റ് ഇട്ടു, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്നെ തന്നെയാണ് ഞാൻ രാവിലെ എൻ്റെ മൊബൈലിൽ കൂടി കാണുന്നത്. അല്ലാതെ ഞാൻ കണ്ണാടി നോക്കാൻ പോകത്തില്ല കേട്ടോ. മുഖം എങ്ങനെ ഇരിക്കുന്നത് നോക്കാൻ ഞാൻ പോകത്തതേ ഇല്ല. നമ്മൾ കട്ടിലൊക്കെ കിടന്ന് തന്നെ കണ്ണ് തുറക്കുമ്പോഴേ ഇപ്പോൾ അതാണ് നമ്മുടെ ചാനലൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയപ്പം പിന്നെ ചെയ്യുന്ന കാര്യം, ഞാനോ അല്ലെങ്കിൽ നമ്മുടെ അണ്ണനോ നമ്മുടെ ഇത് കേൾക്കുമല്ലോ, രാവിലത്തെ നമ്മുടെ സുപ്രഭാതം പാട്ടുകൾ, അത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മൊബൈലിൽ ഓൺ ചെയ്യും കേട്ടോ. അതൊക്കെയാണ് രാവിലത്തെ പരിപാടി. പക്ഷെ അതൊക്കെ കേട്ട് നമ്മൾ ഒന്ന് ഉണർന്നാലുണ്ടല്ലോ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. സത്യമായിട്ടും മനസ്സൊക്കെ അങ്ങോട്ട് എന്താ സുഖവും കിട്ടുമെന്ന് അറിയാമോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് നല്ലതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. മക്കളെ, മോട്ടർ നിർത്തുമോനെ. വെള്ളം കുളിക്കാൻ പോവില്ല. അപ്പോഴും വെള്ളം ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ കറണ്ട് പോക്ക്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇപ്പം മോട്ടർ അങ്ങിടും കേട്ടോ. അപ്പോഴും നമുക്ക് ടിപ്പ് ചെയ്യാം. കുഞ്ഞ് ഐറ്റങ്ങളും കൊണ്ടാണ്. 3 കൂട്ടം സംഭവങ്ങളേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കേട്ടോ. കഴുകിയിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ നാരങ്ങാനീരുണ്ട്, ചൂടാക്കാത്ത പാലുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണ. അത് മാത്രം മതി കേട്ടോ. ഇത് മാത്രം മതി. അപ്പോഴേ നമ്മുടെ നാരങ്ങാനീരും ഇത് 3 പേരും കൂടെ ആകുമ്പം നമ്മളിൽ പാൽ ഒഴിക്കുമ്പോൾ ഒരു പിരിവിര ഇരിക്കത്തില്ലേ, അതുപോലെ ഇരിക്കും ഈ സംഭവം. എന്ന് വെച്ചാൽ പാലും നാരങ്ങാനീരും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 3 കൂട്ടം സംഭവങ്ങളും കണ്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന്
ഒന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇത്തിരി നേരം അങ്ങ് വയ്ക്കാം. പക്ഷേ ഇത് സംഭവം ഇത് രാത്രി ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ചിലർക്ക് ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അല്ല ഞാൻ വേറൊന്നും കൊണ്ടും അല്ല പറയുന്നത്, ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴും പക്ഷേ ഞാൻ രാത്രി ചെയ്ത് രാവിലെ ഇത് അന്നറിയില്ല, നാരങ്ങ നീരും കൂടെ ആകുമ്പം അങ്ങോട്ട് ഉണങ്ങി പിടിച്ചിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് പകലും ചെയ്യാൻ ഇത്തിരി നേരം, നമുക്ക് ഏറെ നേരം നമ്മൾ വെച്ചിരുന്നാൽ മതി, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. രാത്രി പിന്നെ ഇങ്ങനെ ഇത് തേച്ചിട്ട് അത് നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകും. സത്യം പറഞ്ഞാൽ രാത്രി ഇത് തേച്ചിട്ട് കേട്ടോ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷേ ഞാൻ ചെയ്തതാണ് കേട്ടോ, രാത്രിയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോഴിതിപ്പം ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ട് നമുക്ക് ആദ്യം നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യത്തില്ലേ, നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് ഇത് ചെയ്യത്തില്ലേ, അത് 3 സംഭവങ്ങൾ മതി കേട്ടോ. കിടക്കാഴ്ചയായിട്ട് നമുക്ക് മുഖത്ത് നല്ല വ്യത്യാസം തോന്നും. ഈ വെളിച്ചെണ്ണയും ഒക്കെ ഉള്ളത് കൊണ്ടേ നല്ല വ്യത്യാസം തോന്നും. നമുക്ക് കഴുത്തിൻ്റെ അവിടെയും കാലിൻ്റെ മുട്ടിലൊന്നും പോലും കൈയുടെ മുട്ടിലും ഒക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്ത് സുന്ദരമായ കൈകളും കാലുകളും ഒക്കെ ആക്കാൻ, കാലിൻ്റെ പാദമൊക്കെ. പാല് തന്നെ ആയാലും മതി, പാല് തന്നെ ആയാലും. ചിലർ വെളിച്ചെണ്ണ തേക്കും, പക്ഷേ ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ട് അങ്ങനെ തേക്കത്തില്ല കേട്ടോ. കാലിലും കയ്യിലും ഒക്കെ നമ്മൾ തേക്കും, പക്ഷേ ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ എനിക്കതിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് ബാക്കി ഇരിപ്പുണ്ട്, ഇത് നമുക്കൊന്ന് കേട്ടോ തൂത്തിട്ടെ നമുക്കൊന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് പിന്നെ നമുക്ക് തേച്ചങ്ങ് പിടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ 40 വയസ്സുള്ളവർക്ക് 30 വയസ്സ് തോന്നിക്കും, 20 വയസ്സുള്ളവർക്ക് 10 വയസ്സ് തോന്നിക്കും, 50 വയസ്സുള്ളവർക്ക് 40 വയസ്സ് തോന്നിക്കും, 10 വയസ്സ് നമുക്ക് കുറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. സത്യമായിട്ടും അതെ കേട്ടോ. എൻ്റെ പ്രായം ഞാൻ വെളിപ്പെടുത്തത്തില്ല, ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് മറ്റേ തേച്ച് പിടിപ്പിക്കും കേട്ടോ. ഈ പാല് തന്നെ ആയാലും നമ്മൾ ദിവസേനയൊക്കെ ഇത് ചെയ്താലും നല്ല സൂപ്പറായിട്ട് മുഖത്ത് നല്ല ഗ്ലേസിങ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ, തമാശ പറഞ്ഞതല്ല കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം കിട്ടും. വെളുത്തു പാറിയില്ലെങ്കിലും നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീനാവും, കൊച്ചുങ്ങളെ ക്ലീനാവും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലേ, പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് തുടങ്ങിയായിരിക്കും ഞാൻ അതിനൊക്കെ പോയേനെ കേട്ടോ. വല്ല തെങ്ങിൻ്റെ മൂട് കിളയ്ക്കാനും ഒക്കെ ഞാൻ പോയേനെ. അല്ലെങ്കിൽ വേണ്ട, വീടുകളിൽ തെങ്ങിന് മൂടെടുക്കണമെങ്കിൽ ഈ സുക്കുനെ വിളിച്ചാൽ മതി, വെറുതെ ഇരിക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണല്ലോ എല്ലാവർക്കും അല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പം ചിലർക്ക് ഇച്ചിരി കുറച്ച് കുശുമ്പ്, അസൂയ, അതിനൊന്നും നമ്മളെ വരുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ തോന്നും ചിലർക്ക്. ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ഒരു പണിയാട്ടോ, ഇപ്പോൾ അതൊരു ജോലിയായിട്ട് വന്നേക്കും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജോലിയാണിതിപ്പോൾ. എൻ്റെ ജോലി ഇപ്പം ഇതാണ്. തളർത്താൻ ഒരുപാട് പേര് കാണും, പക്ഷെ നല്ലതാണെന്ന് പറയാൻ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. കൂടുതലും പേര് നമ്മളെ തളർത്താനേ ശ്രമിക്കത്തുള്ളൂ കേട്ടോ. സാരമില്ല, പോട്ടെ, വിഷമമൊന്നുമില്ല, സങ്കടം ഒട്ടുമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാനും വരുന്നില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ അല്ലേ. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതുകൂടെ മുക്കണം. കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേട്ടോ ഈ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇത് വരുമല്ലോ. അയ്യോ, ഇന്നലെ ഞാൻ വിചാരിച്ച് പാട്ട് വെച്ചത് കൊച്ചുങ്ങളെന്തെല്ലാം പ്രാർത്ഥനയും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര സൗണ്ടായിപ്പോയി. ഇത് നമ്മുടെ മുഖത്തെ ഞാൻ പറഞ്ഞില്ലേ, നെറ്റിയിലെ ചുളിവൊക്കെ മാറാൻ എനിക്കിപ്പോൾ ഇച്ചിരി ചുളിവൊക്കെ വന്നു. നമുക്ക് പ്രായമാകുമ്പോൾ പിന്നെ നമ്മൾ അത് ഒത്തിരിയൊന്നും അങ്ങോട്ട് മാറത്തില്ല, അതൊക്കെ അങ്ങനെ വരുന്നതല്ലേ കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നമ്മുടെ കണ്ണിൻ്റെ കൂടെ, ഈ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അമർത്തരുതെന്ന് കേട്ടോ. പതുക്കെ
ഒരു നയത്തിലും മയത്തിലും ഒക്കെ അറിയണം കേട്ടോ. അപ്പോഴിനി നമുക്കിതങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇവിടെ എല്ലാം ആവും കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ ഇവിടെ എല്ലാം ആവും. ഇനി നമുക്കങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20-25 കേട്ടോ. നമുക്ക് അടുക്കളയിൽ പോയി ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ കേട്ടോ. ഇതങ്ങ് നമുക്ക് തേച്ച് അത്രയും നേരം നമ്മൾ മസാജ് ചെയ്തില്ലേ, തേച്ച് പിടിപ്പിച്ചില്ലേ. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിലും പറഞ്ഞേക്കുന്നത് ആടി. ഇന്നിപ്പോൾ നല്ല വെളിച്ചമുണ്ട് ഇവിടെ കേട്ടോ. മഴയില്ല. 2 ദിവസം കൊണ്ട് ഇന്നലെ മഴ അങ്ങനെ കുറവായിരുന്നു. നന്നായിട്ട് നമ്മൾ കഴുത്തൊക്കെ നന്നായിട്ട് സോപ്പിട്ട് തേച്ച് കഴുകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കഴുത്തിന് കറുപ്പ് തോന്നിക്കും. അത് ഈ വണ്ണം ഉള്ളവർക്ക്. എനിക്കിപ്പോൾ എല്ലാവരും പറയുന്നു ഞാൻ ക്ഷീണിച്ച് മുഖം വല്ലാതെ ഇരിക്കുന്നത് നേരാന്ന് തോന്നുന്നു കേട്ടോ. മുഖമൊക്കെ അങ്ങ് കുഞ്ഞായി എൻ്റെ കൂട്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഷുഗറിൻ്റെ വല്ല ആണോ എന്തോ എൻ്റെ പേരിക്കും വയ്യ. പക്ഷേ തളർച്ചയും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ലാബിൽ പോയി ഞാൻ ഇച്ചിരി എവിടെ നിന്നേലുമൊക്കെ ഇച്ചിരി ബ്ലഡ് ഉണ്ടാക്കി എടുക്കും. അത് ഒരു പയ്യൻ നോക്കിക്കോന്നു. ഞാനും ഇച്ചിരി ബ്ലഡ് എവിടെ നിന്നേലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതാ ലാബുകാർക്ക് കൊടുക്കേണ്ട കാര്യം വല്ലതുകൊണ്ട് നിങ്ങൾ പറ. ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യം വല്ലതുകൊണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പയ്യൻ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫുള്ള് ഒരു പയ്യൻ എന്നല്ല, നോക്കി എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആള് എവിടെ ഉള്ളയാണോ എന്തോ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ. അപ്പം ഇത് നമ്മുടെ കുഞ്ഞിക്കിളി വന്നയോ, എൻ്റെ പാവം കുഞ്ഞിക്കിളി കേട്ടോ. പിന്നെ മഴയായതുകൊണ്ട് ഇവളുമാരെ കാണാനേ ഇല്ലായിരുന്നു. കഷ്ടം അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ചിന്നു ഒരു ദിവസം വന്നായിരുന്നു കേട്ടോ. നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത്തിരി നേരം ഒരു 10-25 മിനിറ്റ് നമുക്ക് സംസാരിക്കാതെ ഇരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചുളിവുകൾ വീഴുമെന്ന്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലോട്ടൊക്കെ തേച്ചു കേട്ടോ. ഞാൻ നാരങ്ങാത്തോണ്ട് അവിടെ എടുത്ത് വെച്ചേക്കുന്നു കേട്ടോ. നാരങ്ങാത്തോണ്ട് നമുക്ക് ഈ കൈയുടെ മുട്ടിലൊക്കെ തേച്ച് കൊടുക്കാം. പിന്നെ നാരങ്ങാത്തോണ്ട് നമുക്ക് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിലെ ഈ മീനിൻ്റെ സ്മെല്ലൊക്കെ മാറാനും ഒക്കെ നമുക്ക് ചെയ്യാം. എനിക്ക് ഈ ഇടത് കൈ എടുത്തിട്ട് വലത് കൈയിലോട്ടില്ല. വലത് കൈക്ക് ഭയങ്കര വേദന. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വലത് കൈയൊക്കെ പോയതാണ്. പക്ഷേ ഇപ്പം വേദന കൈ ഇവിടെ വെച്ച് വിട്ടുപോയതാ. പിന്നെ ആ ഡോക്ടർ പിടിച്ചിട്ട്, എൻ്റെ പാവം ഡോക്ടർ ആ കൈ ശരിയാക്കി തന്നു. നമ്മുടെ ഡോക്ടർ മരിച്ചു പോയി കേട്ടോ. 1 വർഷം ആയില്ല. അപ്പം അങ്ങ് കൈക്ക് വേദനയാണ്. നമ്മൾ ഈ വെയിറ്റൊക്കെ എടുക്കുമ്പോഴേ, വെയിറ്റ് ഞാനങ്ങനെ എടുക്കത്തില്ല വേണ്ട. എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ പറയേ, മക്കളൊക്കെ ഇങ്ങനെ കൈ വന്ന് പിടിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ കൈ ഊരിപ്പോവേ, നിങ്ങൾ പിടിക്കല്ലേ. ഈ 2-3 ദിവസം കൊണ്ടങ്ങ് വേദന. അത് പ്രശ്നം ഈ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ അപ്പോഴാണ് എനിക്ക് വേദന വരുന്നത് കേട്ടോ. നമ്മളിൽ കഴുകുമ്പോഴേ ഉരച്ചൊക്കെ കഴുകത്തില്ലേ, അപ്പോഴാണ് എനിക്ക് വേദന വരുന്നത്. അപ്പോഴേ ഇതിൻ്റെ ഇവിടെ എല്ലാം വീഴുന്നു കേട്ടോ. നമുക്കതെല്ലാം എന്താണ്ട് ആ വെളിച്ചെണ്ണ നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓയിൽ എൻ്റെ ഒരിതുണ്ടല്ലോ, തേച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ 10-25 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഞാൻ ഇപ്പോൾ 1 സ്പൂണാണ് എടുത്തത്, അത് മതിയായിരുന്നു എനിക്ക് കേട്ടോ. അല്ലാതെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി എടുത്ത് കളയരുത്. എന്തിനാ വെറുതെ ചീത്തയാക്കി കളയുന്നത് കേട്ടോ. ചിലർ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഒരുപാട് എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എത്രാണ്ടേലും വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ കളയാതെ ഇരിക്കണം. കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇന്നലത്തെ വീഡിയോക്കകത്ത് കാക്കച്ചിമാരുടെ വിരുന്ന് വിളിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ ഉച്ചയ്ക്ക് വിരുന്ന് വന്നായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ എന്തെല്ലാം സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഇനി നമുക്ക് ഉണങ്ങട്ടെ, 10-20 മിനിറ്റ് ഒന്ന് ഉണങ്ങട്ടെ. അതുവരെ ഞാനും എൻ്റെ വാ തുറക്കുന്നില്ല കേട്ടോ. നമ്മുടെ അണ്ണം വിളിച്ചാലും എന്തോന്നും വിളിയേക്കത്തില്ല. എന്നാൽ എനിക്കിന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മുഖത്തെ എല്ലാം 10-20 മിനിറ്റായി കേട്ടോ. അപ്പോഴാ സമയം കൊണ്ട് നമ്മുടെ മുഖം ഇങ്ങനെയാവും കേട്ടോ. നമുക്ക് തൊടുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഇങ്ങനെ ഒരു തരി മാതിരി ഉണ്ടല്ലോ, അതാ നാരങ്ങാ നീരിൻ്റെയാണ്.
തരി മാതിരി ഉണ്ട്, ചെറുതായിട്ടുണ്ട്. അപ്പോഴിനിയും പോയി കുളിച്ചിട്ട് വരട്ടെ. നന്നായിട്ട് പിടിച്ചല്ലോ. എത്ര സമയം വേണേലും നമുക്കിങ്ങനെ നിൽക്കാം കേട്ടോ. ഒത്തിരി സമയം നിൽക്കേണ്ട, പണിയുണ്ട് അടുക്കളയിൽ. അപ്പോൾ പിന്നെ നമ്മൾ കുളിക്കാൻ നേരം ദേ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ദേ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. വേണ്ട ഉരുണ്ട് വരും, പാലൊക്കെ ഉരുണ്ട് വരും. അപ്പോഴും നമ്മൾ കുളിക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ, അത് എന്ത് ചെയ്താലും ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. വെള്ളമോ എന്തെങ്കിലും വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം സോപ്പ് ഉപയോഗിക്കാതെ വെള്ളം മാത്രം എടുത്ത് നമ്മൾ കഴുകണം കേട്ടോ. അതെന്ത് തന്നെ ചെയ്താലും. ഇത് ഇപ്പോൾ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഉരുണ്ട് വരുന്നു കേട്ടോ. ഞാനേ സംസാരിക്കാതെ ഞാൻ ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു, അതൊക്കെ നട്ടുപോയി കേട്ടോ. ഇനി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ മൈ കുളിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ ദേ നമ്മുടെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. പച്ചവെള്ളത്തിൽ സോപ്പിടല്ലേ, ഗ്ലാമറൊക്കെ പോവും കേട്ടോ. നമ്മൾ എന്ത് ചെയ്തിട്ടും സോപ്പിടരുത്. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്പ്. നമ്മുടെ ഇവിടെ ജോലിക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേ ഇന്നല്ല ആരും എന്നോട് പറഞ്ഞു, ഞാൻ കണ്ണെഴുതി ആരും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ കണ്ണെഴുതത്തില്ല, മോൾക്ക് ഇഷ്ടമല്ല. അമ്മ കണ്ണെഴുതുന്ന അമ്മയ്ക്ക് കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോൾ നമുക്ക് കണ്ണൊക്കെ എഴുതി സുന്ദരിയാവാം കേട്ടോ. പൊട്ടിട്ടില്ലല്ലോ, പൊട്ടിടാം. പൊട്ട് എനിക്ക് ഇതിനകത്ത് നോക്കിയാൽ എനിക്ക് കറക്റ്റ് ആണോന്ന് അറിയത്തില്ല കേട്ടോ. പൊട്ടൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കാണിക്കാം. ഞാൻ കണ്ണ് അങ്ങനെ എഴുതത്തില്ല, ഇപ്പോൾ ഒത്തിരി നാളായി എഴുതിയിട്ട് കേട്ടോ. കൊച്ചിന് ഇഷ്ടമല്ല, അമ്മ കണ്ണെഴുതണ്ടെന്ന് പറയും. നേരത്തെയൊക്കെ നമ്മൾ കണ്ണെഴുതുമായിരുന്നേ, പഠിക്കുന്ന സമയത്തൊക്കെ. അല്ല, പഠിക്കുന്ന സമയത്തല്ല, പിന്നെയും നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് ഒത്തിരി നാളും കൊണ്ട് ഞാൻ കണ്ണൊന്നും എഴുതത്തില്ല. കണ്ണെഴുതി കാണിക്കാം കേട്ടോ. ദേ നമുക്ക് ചുണ്ടിൽ ഇതും തേക്കണം. അത്ര കൊള്ളത്തില്ലല്ലോ, സുന്ദരിയാവാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു കേട്ടോ. ഒന്ന് കട്ട് ചെയ്തോട്ടെ. വെട്ടം വെളിയിൽ നിന്നുള്ള വെട്ടം കൊണ്ടുണ്ടല്ലേ എനിക്ക് കാണാൻ വയ്യ കേട്ടോ. അപ്പോൾ നമുക്ക് ദൈവമേ, നമ്മുടെ അണ്ണൻ കാണണം ഇതൊക്കെ. എന്തടിയോ അതൊക്കെ വാരി തേക്കുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യട്ടെ? ചുണ്ടൊക്കെ ഞാനിങ്ങനെ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അങ്ങനെ എന്തെങ്കിലും അവളിങ്ങനെയൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളങ്ങനെയൊന്നും ഇതൊന്നും ചെയ്യാത്തതൊക്കെ ഇതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ തേച്ചിട്ടുണ്ടല്ലോ, ഉമ്മ കൊടുക്കുന്നതാണേ. ഉമ്മ കൊടുക്കുന്നതാണ്. അന്നേരം ചില സമയത്ത് എനിക്കും തോന്നുന്നുണ്ട് അത് ഈ വെട്ടത്തിൻ്റെ ഒന്നൊന്ന് നമ്മൾ ചുണ്ടി വാരി തേച്ചതായിട്ടൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം ഇന്ന് ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ തേക്കത്തോന്നുമില്ല എൻ്റെ ദൈവമേ, ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. പിന്നെ മോളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തേക്കും കേട്ടോ. ദൈവമേ, ആരാണ് എനിക്കിതിനകത്ത് കണ്ണെഴുതുന്നത്? ഞാൻ വേറെ കണ്ണാടി എടുത്തോണ്ട് കേട്ടോ. ഇതിനകത്ത് നോക്കി എനിക്ക് കണ്ണെഴുതാൻ പറ്റത്തില്ല കേട്ടോ, വെട്ടം അടിക്കുന്നുണ്ടേ. എൻ്റെ പൊന്നേ, നമ്മുടെ ചുണ്ടിൻ്റെ കളറ് കണ്ടോ? ഇതൊരു കളറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചുണ്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചുണ്ട്, സത്യം പറയാമോ. ഞാനേ കണ്ണാടി തപ്പിപ്പോയതാണ്. കണ്ണാടി 2-3 കണ്ണാടിയുണ്ട് ഇതേപോലെയുള്ളത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കാം. നമ്മുടെ അണ്ണന് മീശയൊക്കെ കണ്ടിക്കണ്ടേ. കണ്ണെഴുതി കാണിക്കാം കേട്ടോ. അതിനകത്ത് നോക്കി എനിക്ക് ചെയ്യാൻ പാടും. പിന്നെ ഇപ്പം കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ കണ്ടൊന്ന് ചെയ്യുമല്ലോ പാല്. എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ.
പാലൊക്കെ എഴുതി നിൽക്കുക. നമ്മുടെ അണ്ണൻ വരുമ്പോൾ എന്ത് പറയുന്നു, നാളെ പറയുന്നു, ഇങ്ങനെ എടുത്ത് കേട്ടോ കേട്ടോ. അപ്പോഴും അന്നൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യുമായിരുന്നേ. ഇതേ ഈ പീലി വിടർന്ന് വടി പോലെ ഇരിക്കാൻ ഞാൻ ചെയ്യുന്ന സൂത്രപ്പണിയായിരുന്നു അന്നൊക്കെ. നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ കേട്ടോ ഇത് തന്നെ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഇത് അങ്ങോട്ട് ആ പീലിയിലോട്ട് അങ്ങോട്ട് ചാർത്തി കൊടുക്കും. നമ്മുടെ പീലിയൊക്കെ അങ്ങോട്ട് വടി പോലെ ഇരിക്കും. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ തേക്കാൻ വേറെ സംഭവങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പീലി ഇങ്ങനെ വടിയായിട്ടിരിക്കും. ഇതുപോലെ ഇതൊക്കെ തേച്ച് ഇവിടെ നിൽക്കണം. നമ്മുടെ അണ്ണൻ പറയും, അല്ല അണ്ണൻ വിചാരിക്കും രാവിലെ കണ്ട ഇവള് ഇപ്പം വന്നപ്പോൾ മാറിപ്പോയല്ലോ എന്നൊക്കെ. എങ്ങനെയുണ്ട് കണ്ണെഴുതിയ കൊള്ളാവോ? ഞാൻ അങ്ങനെ കണ്ണെഴുതി നിൽക്കത്തില്ല കേട്ടോ. മേളിൽ എഴുതാം, പക്ഷേ അതെനിക്ക് അങ്ങോട്ട് അത്ര വശമില്ല കേട്ടോ. നേരത്തെയൊക്കെ വശം ഉണ്ടായിരുന്നു, പഠിക്കുന്ന സമയത്തൊക്കെ വശം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വശം പോയി കേട്ടോ. അപ്പോൾ കണ്ണെഴുതി എങ്ങനെ ഇരിക്കുന്നു ഞാനൊന്ന് പറയണേ. കൊള്ളാവോ കണ്ണെഴുതിയപ്പോഴ്? എന്തോ പറയാനായിന്ന് കേട്ടോ. ഇതെന്തോ പറയാൻ നമ്മുടെ സരസു വിളക്കണം നിൽക്കൊണ്ട് ഓടിച്ചിട്ട് അടിക്കും കേട്ടോ അതിൻ്റെ. അപ്പോൾ ഞാൻ കണ്ണെഴുതിയാലുള്ള എൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. കൊള്ളാം. അപ്പോഴേ ഇത്രയൊക്കെ മതി, ഒത്തിരി ആയാലോ. കണ്ണെഴുതി പൊട്ടും തൊട്ടൊക്കെ നിന്നാൽ അവിടെ അണ്ണ ഓടിച്ചിട്ട് തന്നെ അടിക്കും. ഇനി പരിപാടി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ, ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയുള്ളായിരുന്നു. ബ്യൂട്ടി ടിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോഴേ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം. പൗഡർ ഇട്ടിട്ടില്ല കേട്ടോ. പൗഡർ ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇടത്തില്ല കേട്ടോ. വെറുതെ ഫ്രീ ആയിട്ട് ഇടാൻ നോക്കും കേട്ടോ. പൗഡർ ഒട്ടും ഇട്ടിട്ടില്ല. കണ്ണെഴുതി പൊട്ട് കെട്ടും, അതുകൂടെ. അയ്യോ എൻ്റെ സിന്ദൂരമായിട്ടില്ലല്ലോ, സിന്ദൂരം എടുത്തുകൊണ്ട് വന്നില്ല. ഇനി സിന്ദൂരം കൂടെ ഇടാം കേട്ടോ. അപ്പോൾ അപ്പോഴേ കാര്യം പറഞ്ഞോട് ഞാൻ വീഡിയോ കാണണേ, ലൈക്ക് തരണേ, കമൻറ്റ് തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്കോട്ടല്ലോ എനിക്ക് തോന്നുന്നു നമ്മുടെ സരസു വന്നു. ഞാൻ ഇതുകൊണ്ട് ഒറ്റ ഓട്ടം ഓടി. പക്ഷെ നമ്മുടെ സരസു അല്ലായിരുന്നു, കുഞ്ഞിക്കുലി എന്നെ പേടിപ്പിച്ചത്. അവളുമാരുടെ കൂട് ശരിയാക്കുന്ന ചവിട്ടി ഉറപ്പിക്കുന്ന ആ ശബ്ദമായിരുന്നു. ഞാൻ വിചാരിച്ച സരസുവിൻ്റെ കാൽപ്പെരുമാറ്റമാണെന്ന് കേട്ടോ. ഞാനൊരു പേടിച്ചു പോയി. ഈ കോലത്തിൽ നിന്നാൽ എന്നെ കണ്ട അമ്മ അന്താലിക്കുമേ, ഇവളിതെന്തോ ഈ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ കേട്ടോ. അമ്മയെ പേടിപ്പിക്കേണ്ട. അപ്പോഴേ ഞാനിതൊക്കെ അങ്ങ് തൂത്ത് കളയുവേ. കണ്ണ് തന്നെ ആകാം ഇനി വൈകിട്ടേ തൂക്കുന്നുള്ളൂ. അത് ഇപ്പോഴേ ഇതങ്ങ് തൂത്ത് കളയും കേട്ടോ. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങളെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തിട്ടാണ്. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക്